അലൈക്കും എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഈദ് മുബാറക്. അപ്പോൾ നമ്മളിന്ന് പെരുന്നാളായിട്ട് നമുക്ക് പുതിയൊരു ഡിഷ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് മൻസഫാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മലയാളികളൊന്നും അധികം ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഡിഷാണ് ഇത്. ജോർഡൻ്റെ നാഷണൽ ഡിഷാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അത് മാത്രമല്ല ഇത് ഫലസ്തീന്, യമന്, അതുപോലെ സൗദിയിലെല്ലാം ഇത് ഫേമസ് ആണ്. പിന്നെ എനിക്ക് ആകെ തോന്നിയിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ കുറേ നട്ട്സ് ഇതിലിടുന്നുണ്ട്. അത് കുറച്ചാൽ മതി കേട്ടോ. കാരണം അത് കുറേ ഇങ്ങനെ കടിക്കുമ്പോൾ നമുക്കത് അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ലായിരുന്നു. അപ്പോൾ റൈസ് നല്ല സൂപ്പറാട്ടോ. അപ്പം അതുപോലെ തന്നെ മീറ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഒരു വെറൈറ്റി നമ്മളെപ്പോഴും ഇതിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പറയുന്ന പോലെ ചിലർക്ക് ഇത് റെഡിയാവും, ചിലർക്ക് ഇത് റെഡി ആവില്ല. അപ്പോൾ എൻ്റെത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ചോറൊക്കെ കണ്ട് നല്ല മണിമണി പോലെ വേറിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലധികം ഓയിലൊന്നും ചേർത്തിട്ടില്ല. മീറ്റൊക്കെ വേവിച്ച് അതിൻ്റെ വെള്ളത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഇതിന് നിങ്ങൾ ഈ മൻസഫ് തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ താഴെ കമൻ്റായിട്ട് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടേക്ക് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ലാമ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫോ ചിക്കനോ വെച്ച് ചെയ്യാം. അപ്പോൾ ട്രഡീഷണലായിട്ട് ഇത് ചെയ്യുന്നത് ലാമ്പിലാണ്. അപ്പോൾ ഞാനിവിടെ മട്ടൺ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ടീസ്പൂണാണ് കാണിക്കുന്നത്, പക്ഷേ ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തോളാം കേട്ടോ. ഞാൻ ബാക്കിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 2 ടീസ്പൂൺ നിറച്ച് മന്തിയുടെ മസാല ചേർത്ത് കൊടുക്കുക. അറബിക് സ്പൈസസ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ കെപ്സലോ അതുപോലെ മന്തിയിലൊക്കെ ഇടുന്ന പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 1 പിഞ്ച് സാഫ്രാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സാഫ്രാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ സാഫ്രാൻ്റെ പൊടിയോ അല്ലെങ്കിൽ കളറോ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർക്കേണ്ടതില്ല, വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ മൂടിയൊന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഈ സ്പൈസസിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ലാണ്. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുക്കായി വന്ന മീറ്റിലേക്ക് എപ്പോഴും ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇത് കുക്കായി വരാൻ കുറച്ച് സമയം എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലിട്ട് ഈ മട്ടൺ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മട്ടൺ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാനിവിടെ കുറച്ച് ആൽമണ്ട്സ് ഇതുപോലെ കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആൽമണ്ട്സൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മട്ടൺ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മീറ്റ് മാത്രം നമുക്കൊന്ന് ഒരു ഫോയിലിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊന്ന് ഓവനിൽ വെച്ചൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് തവയിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണും കൂടെ സ്പൈസസും കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് ഞാനിതൊന്ന് ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ മീറ്റ് വേവിച്ച് വെച്ച ആ പാത്രത്തിലേക്ക് തന്നെ ഈ കുക്കറിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഇതിലാണ് ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ കുക്കറിൽ തന്നെ ഉണ്ടാക്കിക്കോളാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 4 മാഗിയുടെ ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചേർക്കുന്നത് ബീഫിൻ്റെ ക്യൂബ്സാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ ഏത് വേണമെങ്കിൽ ഫ്ലേവർ ചേർത്തോളാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കുക. വഴനയിലയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ മാഗിയുടെ ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ചോറിൽ കട്ട പിടിച്ചിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാനിതിലേക്ക് ഒരു 4 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ എരിവിന് വേണ്ടിയാണ്. ഒരു ബ്ലാക്ക് ലെമണും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ബസ്മതി റൈസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ അരിയുടെ വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒരു 1.5 ഇഞ്ച് കൂടുതലായിട്ട് വെള്ളം വെക്കലാണ് അരിനേക്കാൾ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ പറയാൻ മറന്നു, ഞാൻ 1 കിലോ റൈസും അതുപോലെ തന്നെ 1 കിലോ മട്ടനുമാണ് എടുത്തത്. അപ്പോൾ ചോറ് ഇപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അടിഭാഗം ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അടിയിലെ ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഓയിലൊന്നും ചേർത്തിട്ടില്ല, കാരണം ഞാൻ മട്ടനാണ് എടുത്തത്. അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യത്തിനുള്ള നെയ്യൊക്കെ ഉണ്ടാവും. കുറച്ച് ഞാൻ മുക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളതിൽ അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ആ ചോറൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ആൽമണ്ട്സ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ആൽമണ്ട്സൊക്കെ കോരി ഞാനൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറൊന്ന് നോക്കാം. ചോറിപ്പം പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എൻ്റെ ചോറൊക്കെ നൂല് പോലെ തന്നെ ഒട്ടി പിടിക്കാതെ നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. നമ്മുടെ മട്ടനും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു തൈരിൻ്റെ സോസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കറികളൊന്നും കൂട്ടിയല്ല അത് കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയിലേക്ക് 3 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാട്ടോ. ഞാനതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം തീരെ എരിവില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുത്തത്. ഇനി ഞാനിതിലേക്ക് ഒരു മാഗിയുടെ ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെച്ച് ഒന്ന് മിക്സി 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുൻപേ നേരത്തെ ആൽമണ്ട്സ് ഫ്രൈ ചെയ്ത് വെച്ച് അതിലേക്ക് തന്നെ ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ഈ സോസ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ തൈരാണ് അത് പിരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നേരെ തീയിലിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതൊന്ന് ചൂട് പിടിച്ച് അതിൻ്റെ മേലെ ഒന്ന് ആവി വരുന്ന സമയത്ത് നമുക്കിത് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നേരെ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മീറ്റ് വേവിച്ച വെള്ളം 1 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതിൽ നിന്ന് ആവി പറക്കുന്ന സമയമാകുമ്പോൾ ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചോറ് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ചോറിപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിൽ വിളമ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ആയിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കനാണോ മട്ടനാണോ എന്താണെങ്കിലും അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നട്ട്സ് അതും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നട്ട്സ് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ചേർത്താൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. നമ്മൾ മലയാളികൾക്കാണ് പറയുന്നത്. നട്ട്സ് കഴിക്കാൻ നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറേ ചേർത്ത് കൊടുത്തോളാം. പിന്നെ കുറച്ച് പാഴ്സ്ലി ലീവ്സും കൂടെ ഞാനിതിൻ്റെ മേലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി മൻസഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മൻസഫ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തൈരാണ് ഇത് ഉണ്ടാക്കിയ സോസാണ്. അപ്പോൾ അത് നമ്മൾ ഈ ചോറിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടാണ് ഇതിങ്ങനെ കഴിക്കുന്നത്. അപ്പം ഞാനിത് കഴിച്ച് നോക്കാം. പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പം വീട്ടിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇത് അറിയുള്ളൂ. കാരണം നമ്മൾ സാധാരണ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.